ദുബായിലെ പെരുന്നാളെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരു വലിയ ഗ്രൗണ്ട്, അതിൽ കുറേ ആൾക്കാർ പെരുന്നാൾ നിസ്കരിക്കുന്നത്, ബുർജ് ഖലീഫ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കന്തൂര ഇട്ട ഫോട്ടോയൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കിത് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടലും എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പെരുന്നാൾ കഥകൾ പറയായിരുന്നു. നല്ലൊരു ഫുഡ് കഴിക്കലൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ മനഃപൂർവ്വമോ അല്ലാതെയോ നഷ്ടപ്പെടുത്തിയ നാട്ടിലെ പെരുന്നാളും പെരുന്നാളിൻ്റെ അനുഭവങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യലാണ് ഈ ദുബായിലെ ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ. 30 നോമ്പ് നോക്കിയിട്ട് പള്ളിയിൽ പോകണം. എനിക്ക് പവറത്ത് ഇറങ്ങി വെള്ളിയും കറുപ്പൊക്കെ ഇട്ടേക്ക് എന്തായാലും കോമ്പിനേഷൻ. തണുത്തിട്ട് 6:15 നിസ്കാരം എന്ന് പറഞ്ഞു. 5:40 നോക്കി ക്ലൈമറ്റ് ക്ലൗഡിയാണ് വെതറ്. വെറും മഴ പെയ്യുന്നു തോന്നുന്നു. ചെറുതായിരുന്നു പാളി. 6:40 നിസ്കാരമാണ്. 6:10 ഇവിടെ എത്തിയാണ്. ഒരു അരമണിക്കൂറുണ്ട്. കുഴപ്പമില്ല. കയറിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ അപ്പോഴേ പറഞ്ഞു കുത്തുബയും കൂടി കേട്ടാൽ മാത്രമേ എൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ. 5:45 എണീറ്റ്. ഞാൻ വിചാരിച്ചത് 6:15 എനിക്കൊന്ന് വിചാരിച്ച് എണീറ്റതാണ്. നമുക്ക് ഗോളൊന്നും അറിയാനില്ല. പക്ഷേ ഗൂഗിൾ നോക്കിയപ്പോൾ 6:40 പക്ഷെ അത്രയും സമയം പള്ളിയിൽ പോയി നന്മയുടെ പാതയിൽ അല്ല പെട്ടുപോയതാണ്. കുറച്ച് നേരത്തെ എത്തി പള്ളിയിൽ. അതുകൊണ്ട് തന്നെ അകത്തിരുന്ന് നിസ്കരിക്കാൻ പറ്റി. പുറത്ത് ഇത്തവണ നിസ്കാരം ഉണ്ടാകാൻ കേട്ടിരുന്നു. പക്ഷെ ഇത്തവണ പുറത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മുസ്ലിമൊക്കെ എടുത്ത് വന്നിട്ട് നിസ്കാരപ്പായൊക്കെ എടുത്ത് വന്നിട്ട് ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് പുറത്തധികം ഭയങ്കര സംഭവമായിട്ട് ഈദ്ഗാഹുകൾ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇനി ഇറ്റ് വാസ് ഗുഡ്. കുറേ കാലത്തിന് ശേഷം ഇത്ര നേരത്തെ എനിക്ക് പള്ളിയിൽ പോകുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജന്നത്തിൽ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അശിക്ക് വിളിച്ചിട്ട് അതും കഴിഞ്ഞ് നൈസായിട്ടൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. അശി പിടിച്ചിരുന്ന് ബിരിയാണിയാണെന്ന് തോന്നുന്നുണ്ട്. യൂഷ്വലി ആൾക്കാർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനാണ് പതിവ്. പക്ഷെ നമ്മളതിനൊന്ന് വ്യത്യസ്തമായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നു റെസ്റ്റോറൻറ്റ് തന്നെ. പക്ഷേ അശീൻ്റെയും കുഞ്ഞിപ്പയുടെയും വീട്ടിൽ പോയിട്ട് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ഫുഡ് കഴിക്കാനുള്ളതാണ് പെരുന്നാളിന് നമ്മൾ കാണുന്നത്. അപ്പോൾ മറ്റുള്ളതൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് എപ്പോഴെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഫുഡ് കഴിക്കാം, കുറച്ച് കത്തി അടിക്കാം, പെരുന്നാളിൻ്റെ കഥ പറയാം, അത്രേ ഉള്ളൂ. 60 FPS ചിക്കൻ ബിരിയാണി ഉറപ്പിച്ചോ? ചിക്കൻ ബിരിയാണി തന്നെ ആയിരിക്കും. ഈശ്വര നോക്കിയാലോ നോക്കേ. ഞാൻ കഴിഞ്ഞ വലിയ പെരുന്നാളിന് എൻ്റെ മനസ്സിലെടുത്ത തീരുമാനം ഉണ്ടായി. ഇനി മേലാക്കി UAE പെരുന്നാൾ കൂടുതല. 4:45 നീച്ച് 6 മണിക്ക് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നുറങ്ങുക വെറുത്തില്ല. കാരണം ഇപ്പൊ നാട്ടിലാണെങ്കിൽ സ്വന്തം വണ്ടി എത്തേലും എടുക്കലൊക്കെ കറങ്ങാനെങ്കിലും പറ്റും. ഡയറക്റ്റ് മെസ്സേജ് അല്ലേ, അതൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഡയറക്റ്റ് മെസ്സേജ്. വേറൊരു കാര്യം പറയണ്ടേ, എൻ്റെ പെരുന്നാൾ ഡ്രസ് ഇട്ട് ഞാൻ ഇപ്പം വരും. അശി പാലട പായസം ഉണ്ടാക്കിയത് പോലെ ഇളക്കിയത് ഞാനാ. പിന്നെ എന്താ ദമ്മ് പൊട്ടിച്ച സ്മെല്ല് ഇല്ല. ദമ്മ് പൊട്ടിച്ച
ഇരുവരുളാലെ അവിടുന്ന് ഒരു ബിരിയാണി ചെമ്പെന്ന് കണ്ണ് മാറിയപ്പോഴാണ് ജനാതിൽക്കല് ഷാന് നിൽക്കുന്നുണ്ട്. ഓപ്പറേറ്റ് എടുക്കും. കുറച്ചുകൂടെ ആൾക്കാർ വരാനുണ്ട് വിചാരിച്ചു. പക്ഷെ ആകെ 8 പേരെ താമസിച്ചുള്ളൂ. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ചായ ഉണ്ടാക്കിയതുകൊണ്ട് മൂന്നാറിന്ന് കൊണ്ടുവന്ന നാടൻ മൂന്നാറന്നല്ലേ സിംഗപ്പൂർ ക്ലാസിക് ആയിട്ടുള്ള ഐറ്റം കേട്ടോ. നല്ല പെരുന്നാൾ. ബിരിയാണി കഴിച്ചു, ഡ്രസ്സ് മാറ്റി, പുറത്തെങ്ങോട്ടും പോകാൻ പറ്റൂല, അതുകൊണ്ട് ഉള്ളിൽ തന്നെ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഉമ്മാമ ഇങ്ങനെ അരിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കും. അത് ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓരോ കുട്ടിക്ക് ഓരോ സഞ്ചിയിൽ മറ്റേ 50 പൈസേൻ്റെ സഞ്ചി ഉണ്ടല്ലോ, അതിൽ അരി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഭയങ്കര മത്സരമായിരിക്കും. ഇതും എടുത്ത് ഓടിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ കൊണ്ടുകൊടുക്കാതെ. വലുതായപ്പോൾ തന്നെ പെരുന്നാൾ മാറി തുടങ്ങി. ഇവിടെ വന്നപ്പം എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ആദ്യം വന്ന നാളിലൊക്കെ ഇങ്ങനെ വെറുതെ ഡ്രസ്സ് മാറ്റിയിട്ട് കിടക്കുക എന്നുള്ളൊരു പ്ലാൻ മാത്രമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ആയി, ഇവിടെ ഒരു ഫാമിലി വൈബായി, അപ്പം സെറ്റാ. ഷാർജയിൽ നിന്ന് 2 ദിവസമായി ഞാൻ ഇവിടെ സ്റ്റേ ആണ്. എന്താ കുട്ടിയുടെ പേര്? സമാധാനം. പീസ്. ഇപ്പൊ എല്ലാവർക്കും മണി ഓവർ പീസ് ആണ്. ഇനി നമുക്ക് പീസ് ഓവർ മണി ആവണം. അതാണ് മെയിൻ. ഒരു ചെറിയ ചാറ്റൽ മഴ, നല്ല പച്ചപ്പുള്ള ചെറിയൊരു സെറ്റപ്പ്, കുറച്ച് വെള്ളം, ഭയങ്കര പീസാണ്. അപ്പം എല്ലാം കഴിഞ്ഞ് ഇനി ഫോട്ടോ സെഷൻ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് പെരുന്നാൾ ഖലാസ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, നാട്ടിൽ തന്നെ ഇത്ര റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത് പ്രോപ്പറായിട്ട് നാട്ടിലത്തെ പോലെ അല്ല. കാരണം നമുക്കിങ്ങനെ മാറി നടക്കാൻ വേറെ സ്ഥലമില്ല. ലൈക്ക് കുടുംബക്കാരുടെ വീട്ടിൽ പോകാനും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് അധികം സ്ഥലമൊന്നുമില്ല. എല്ലാവരും ഒരു ടൗണിലോട്ട് ഇറങ്ങും, എന്നിട്ട് ഇവിടെ കത്തിയടിച്ചിരിക്കും. ഇതാണ് ഇവിടെ യൂഷ്വലി സംഭവിക്കാറ്. സോ ആ പരിപാടിയും കൂടി കഴിയട്ടെ, ഒരു ചായ അടിച്ച് പിരിയുന്നതാണ്. ഈ ലൊക്കേഷൻ നല്ല വിൻഡാണ്, പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ലൊരു ഒഴിഞ്ഞ ഏരിയ ആണ് കേട്ടോ. നമ്മൾ എത്ര റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു മൂഡ് കിട്ടില്ല. കാരണം അത്രയും നമ്മൾ എക്സ്ട്രീംലി ഇവിടെ അത്രയും ആൾക്കാർ സെറ്റിലായിരിക്കണം. അതും ഒരു ബേസിക് സംഭവമൊക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ മോസ്റ്റ്ലി ആൾക്കാരും ഇങ്ങനെ പാർട്ടീഷനിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ 2 BHK 1 BHK ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഒരു മണവാട്ടി ഫോട്ടോഗ്രാഫ് ഇത്രയും കാലം ഞാൻ മതിയായിരുന്നു ഫോട്ടോ. ഇന്നലത്തെ ഡാൻസ് പ്രാക്ടീസ് ആണത്. ബട്ട് ഹാപ്പി ഈദ് മുബാറക്ക് എന്താ പറഞ്ഞത്? ഹാപ്പി ഈദ് അല്ലേ? ഈദ് മുബാറക്ക് അറിയാലേ? ഈദ് മുബാറക്. ഈദ് മുബാറക്. ആ പാട്ടൊക്കെ ഈദ് മുബാറക്.